ക്രിമിയൻ പെനിൻസുലയിലെ സെവാസ്റ്റോപോൾ എന്ന തുറമുഖ നഗരം ദശകങ്ങളായി റഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും നാവിക കരുത്തിൻ്റെയും അപ്രമാദിത്വത്തിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ ഇന്ന് അവിടുത്തെ കുന്നിൻ മുകളിൽ ഉയർന്നു കേൾക്കുന്നത് നിർമ്മാണ ഉപകരണങ്ങളുടെയും ബുൾഡോസറുകളുടെയും ശബ്ദമാണ്. ഒരിക്കൽ കരിങ്കടലിലെ റഷ്യൻ നാവികപ്പടയുടെ സ്ഥിര കേന്ദ്രമായിരുന്ന ബ്ലാക്ക് സീ ഫ്ലീറ്റ് ആസ്ഥാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ റഷ്യ തന്നെ നീക്കം ചെയ്യുകയാണ്. ഉക്രൈൻ നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്ന വാർത്ത പുറത്തുവിട്ടത് ക്രിമിയൻ വിൻഡ് എന്ന പാർട്ടിസാൻ ഗ്രൂപ്പാണ്. ഫെബ്രുവരി 25-ന് ആരംഭിച്ച ഈ നീക്കം വെറുമൊരു കെട്ടിടം പൊളിച്ചു നീക്കലല്ല, മറിച്ച് റഷ്യയുടെ നാവിക തന്ത്രങ്ങളിലും പ്രതിരോധ സംവിധാനങ്ങളിലും വന്ന വലിയൊരു വിള്ളലിൻ്റെ പരസ്യമായ സാക്ഷ്യപ്പെടുത്തലാണ്. റഷ്യയുടെ അഭിമാനത്തിന് ഉക്രൈൻ നൽകിയ പ്രഹരം എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്ന് ഈ പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ ക്രാബ് ട്രാപ്പ് എന്ന് ഉക്രൈൻ നാമകരണം ചെയ്ത സൈനിക നീക്കമാണ് ഈ കെട്ടിടത്തിൻ്റെ വിധി മാറ്റിയെഴുതിയത്. 2023 സെപ്റ്റംബർ 22-ന് ഉച്ചസമയത്ത് റഷ്യൻ നാവികസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിർണായകമായ ഒരു യോഗത്തിൽ ഇരിക്കുമ്പോഴാണ് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ കെട്ടിടത്തിൻ്റെ ഹൃദയഭാഗത്ത് തുളച്ചു കയറിയത്. റഷ്യയുടെ അതിനൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു നടന്ന ഈ ആക്രമണം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച നാവിക ആസ്ഥാനങ്ങളിലൊന്ന് ഇത്തരത്തിൽ തകർക്കപ്പെടുന്നത് റഷ്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ പോരായ്മകളെ തുറന്നുകാട്ടി. ആക്രമണത്തിൽ കെട്ടിടത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കത്തി നശിക്കുകയും ഘടനയ്ക്ക് സാരമായ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും നിരപ്പാക്കി പുതിയ നിർമ്മാണങ്ങൾക്കോ അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങളാലോ നീക്കം ചെയ്യുന്ന റഷ്യൻ നടപടി സൈനിക നിരീക്ഷകർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് റഷ്യയും യുക്രൈനും വിരുദ്ധമായ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഉക്രൈൻ ഇന്റലിജൻസ് മേധാവി കിറിലോ ബുഡാനോവ് അന്ന് വ്യക്തമാക്കിയത് കുറഞ്ഞത് 9 റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയും ഉന്നത ജനറൽമാരടക്കം 16ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ്. എന്നാൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ കണക്കുകൾ തള്ളിക്കളഞ്ഞു. ഒരു സൈനികൻ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും ചിലർക്ക് പരിക്കേറ്റെന്നുമാണ് മോസ്കോ ഔദ്യോഗികമായി അറിയിച്ചത്. യുദ്ധകാലത്തെ വിവരങ്ങളുടെ വിശ്വസനീയത എപ്പോഴും ചോദ്യചിഹ്നമാണെങ്കിലും സേവാസ്റ്റോപോളിലെ ആസ്ഥാന മന്ദിരം ഉപേക്ഷിക്കാനുള്ള റഷ്യയുടെ തീരുമാനം തന്നെ അവിടെ ഏറ്റ പ്രഹരത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്നു. യുദ്ധമുഖത്തെ മാനസികമായ മുൻതൂക്കം നിലനിർത്താൻ ഇത്തരം വാർത്തകൾ മറച്ചുവെക്കാൻ റഷ്യ ശ്രമിക്കാറുണ്ടെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും പ്രാദേശിക റിപ്പോർട്ടുകളും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ചരിത്രപരമായ വലിയ പ്രാധാന്യമുള്ള ഒരു നിർമ്മിതിയായിരുന്നു ഈ ആസ്ഥാന മന്ദിരം. 1900-ൽ പണികഴിപ്പിച്ച ഒരു കൊട്ടാരത്തിന്റെ തറയിലാണ് 1958-ൽ സോവിയറ്റ് കാലഘട്ടത്തിൽ ഈ മന്ദിരം നിർമ്മിച്ചത്. ക്ലാസിക്കൽ വാസ്തുവിദ്യയുടെ സൗന്ദര്യവും സൈനിക കരുത്തിൻ്റെ ഗാംഭീര്യവും ഒത്തുചേർന്ന ഈ കെട്ടിടം 2014-ൽ റഷ്യ ക്രിമിയ പിടിച്ചെടുത്തതിന് ശേഷം കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടിരുന്നു. 2018 വരെയുള്ള കാലയളവിൽ സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക ആശയവിനിമയ ശൃംഖലകളും ഇവിടെ സ്ഥാപിച്ചു. കരിങ്കടലിലെ റഷ്യൻ പടക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും ഓരോ ചലനവും നിയന്ത്രിച്ചിരുന്നത് ഈ മുറികളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം തകരുക എന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം കേവലം സാമ്പത്തിക നഷ്ടമല്ല, മറിച്ച് ദശകങ്ങളായി അവർ കാത്തുസൂക്ഷിച്ച അധികാരത്തിന്റെ അടയാളം മണ്ണടിഞ്ഞു എന്നതാണ്. ഈ തകർച്ചയെ തുടർന്ന് റഷ്യ തങ്ങളുടെ കരിങ്കടൽ വ്യൂഹത്തിന്റെ കമാൻഡ് സെന്ററുകൾ തന്ത്രപരമായി മാറ്റിസ്ഥാപിക്കാൻ നിർബന്ധിതരായി. നിലവിൽ റഷ്യൻ ഭരണകൂടം നോവോറോസിസ്ക് എന്ന നഗരത്തിലേക്കോ അല്ലെങ്കിൽ അതിശക്തമായ ആക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഭൂഗർഭ ബങ്കറുകളിലേക്കോ ഈ പ്രവർത്തനങ്ങൾ മാറ്റിയിരിക്കുകയാണ്. യുക്രൈനിന്റെ ദീർഘദൂര മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിൽ നിന്ന് തങ്ങളുടെ സൈനിക ആസ്തികളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ക്രിമിയ ഇനിയൊരു സുരക്ഷിത താവളമല്ലെന്ന് റഷ്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സേവാസ്റ്റോപോൾ തുറമുഖത്തു നിന്ന് തങ്ങളുടെ കപ്പലുകൾ മറ്റു സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നതും ഈ തന്ത്രപരമായ പിന്മാറ്റത്തിന്റെ ഭാഗമാണ്. ബുൾഡോസറുകൾ പഴയ ആസ്ഥാനം നിരപ്പിലാക്കുമ്പോൾ അത് റഷ്യയുടെ യുദ്ധതന്ത്രങ്ങളിലെ ഒരു യുഗത്തിന്റെ അന്ത്യം കൂടിയായി മാറുകയാണ്. കരിങ്കടലിലെ സാഹചര്യം ഈ ഒരു കെട്ടിടത്തിന്റെ തകർച്ചയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സമീപകാലത്ത് യെവ്പറ്റോറിയ ഏവിയേഷൻ റിപ്പയർ പ്ലാന്റിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളും റഷ്യയ്ക്ക് വൻ തിരിച്ചടിയായിട്ടുണ്ട്. ഫെബ്രുവരി 21-ന് നടന്ന ആക്രമണത്തിൽ സോവിയറ്റ് കാലഘട്ടത്തിലെ B-12 ആംഫിബിയൻസ് ആന്റി സബ്മറൈൻ വിമാനങ്ങൾ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകളുമുണ്ട്. യുക്രൈൻ നിരന്തരമായി ക്രിമിയയിലെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളെയും ആയുധപ്പുരകളെയും ആക്രമിക്കുന്നത് തുടരുകയാണ്. ഇത് റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും വലിയ തോതിലുള്ള ആൾബലവും പണവും വിനിയോഗിക്കാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. തുടർച്ചയായ ഇത്തരം ആക്രമണങ്ങൾ റഷ്യയുടെ ലോജിസ്റ്റിക് ശൃംഖലയെ ദുർബലപ്പെടുത്തുകയും ക്രിമിയയിലെ അവരുടെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റഷ്യയുടെ കമാൻഡ് സെന്റർ ഇപ്പോൾ തകർക്കപ്പെടുകയും പൊളിച്ചു നീക്കുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. കടലിൽ ആധിപത്യം പുലർത്തുന്ന ഒരു രാജ്യം തങ്ങളുടെ കേന്ദ്രം തന്നെ സംരക്ഷിക്കാൻ കഴിയാതെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് അത് വൃത്തിയാക്കേണ്ടി വരുന്നത് ഒരു സൈനിക പരാജയമായി പലരും വിലയിരുത്തുന്നു.
പഴയ കെട്ടിടം പൊളിച്ച് അവിടെ ഒരു പുതിയ പ്രതിരോധ കേന്ദ്രം റഷ്യ നിർമ്മിച്ചേക്കാം. എന്നാൽ യുക്രൈൻ ഉപയോഗിക്കുന്ന പാശ്ചാത്യ സാങ്കേതിക വിദ്യയും മിസൈലുകളും നിലനിൽക്കുന്നിടത്തോളം കാലം ക്രിമിയയിലെ ഏതൊരു നിർമ്മാണവും സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയില്ല. സേവാസ്റ്റോപോളിലെ കുന്നിൻ മുകളിൽ ഉയരുന്ന പൊടിപടലങ്ങൾ കേവലം സിമന്റിൻ്റേതല്ല, മറിച്ച് ഒരു മഹാശക്തിയുടെ അപരാജിതമെന്ന വിശ്വാസത്തിനേറ്റ തിരിച്ചടിയുടേത് കൂടിയാണ്. വരും ദിവസങ്ങളിൽ റഷ്യ ഈ ഭാഗത്ത് എന്ത് പുതിയ നിർമ്മാണങ്ങൾ നടത്തും എന്നതും യുക്രൈൻ അതിനെ എങ്ങനെ നേരിടുമെന്നതും യുദ്ധത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.